ജനുവരി 2006 ഒരു യുവാവ് തന്റെ കാറുമായി ഇയാൾ വെസ്റ്റേൺ ഓസ്ട്രേലിയയിലേക്കുള്ള യാത്ര തുടരുന്നത് 3 യുവാക്കൾ തങ്ങളുടെ വാഹനം കേടുവന്ന് വഴിയിൽ നിൽക്കുന്നതായി അയാൾ ശ്രദ്ധയിൽപ്പെടും. ഉടനെ തന്നെ അയാൾ നിർത്തി, എന്താണ് നിങ്ങളുടെ കാറ് കേടുവന്നോ, ഞാൻ നിങ്ങളെ സഹായിക്കാം എന്ന് അയാൾ സഹായ മനസ്കത കാണിക്കുകയാണ്. അവിടെ നിന്നും അയാളുടെ ജീവിതം ആകെ വഴി മാറുകയാണ്. അയാൾ ഈ ലിഫ്റ്റ് കൊടുത്ത് കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് കുറ്റാക്കൂരി ഇരുട്ട് മാത്രമാണ്. അയാളെ ഒരു പ്ലാസ്റ്റിക് ബാഗിൽ പൊതിഞ്ഞ് അയാളെ ഒരു ആഴത്തിലുള്ള കുഴിയെടുത്ത് അതിൽ കുഴിച്ചിട്ടിരിക്കുകയാണ്, അതും ജീവനോടുകൂടി. ടിങ്കോ എന്ന ഒരുതരം പട്ടി വർഗത്തിൽപ്പെട്ട ജീവി ആ മാന്തിപ്പൊളിച്ച് സവർ ഇതിനെ കഴിക്കാൻ ശ്രമിക്കുന്നിടത്ത് ഈ കവർ കീറി, ആ കവർ ഒരു കീറിയതോടുകൂടി ഇയാൾക്ക് ശ്വാസം കിട്ടുന്നു. ഇയാൾ എങ്ങനെയോ ആ കവറെല്ലാം മാന്തിപ്പൊളിച്ച് അയാൾ പുറത്തേക്കുള്ള മണ്ണ് മാറ്റി പുറത്തു വരുന്നു. ചുറ്റുവട്ടം നോക്കുമ്പോൾ അയാൾക്ക് ഒരു കാര്യം മനസ്സിലാക്കുകയാണ്, അയാൾ ഒരു മരുഭൂമിയിലാണ് ഇപ്പോഴുള്ളത്. ദിക്കറിയാതെ അയാൾ ആകെ പെട്ടുപോയി. എന്ത് ചെയ്യണമെന്ന് യാതൊരു നിവൃത്തിയുമില്ലാത്ത ഒരവസ്ഥ. അയാൾ എന്തായാലും ശരി തന്റെ വസ്ത്രങ്ങളോ അല്ലെങ്കിൽ തന്റെ പാദരക്ഷകളോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരവസ്ഥ, ഫോണില്ല, അങ്ങനെ ഒരു അവസ്ഥയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു വല്ലാത്ത ഒരവസ്ഥ. അയാൾ എന്തായാലും ദിക്കറിയാതെ അയാൾ എങ്ങോട്ടൊക്കെയോ നടന്നു. 10 ദിവസമാണ് ആ നടത്തുന്നുള്ളത്. ഭക്ഷണവും വെള്ളവും ഇല്ലാതെ എങ്ങനെയെങ്കിലും ഒരു മനുഷ്യനെ കണ്ടെത്താൻ വേണ്ടി അയാൾ നടക്കുകയാണ് 10 ദിവസം. അങ്ങനെ അയാൾ അവസാനം ഒരു മരുപ്പച്ച കണ്ടെത്തുകയാണ്. ഈ മരുപ്പച്ചയിൽ നിന്നും വെള്ളം കുറിച്ച് അയാൾ തീരുമാനം, ഇനി എന്തായാലും നടക്കാൻ സാധിക്കില്ല, മരുപ്പച്ച അവിടെ ഉള്ളതുകൊണ്ട് ആരെങ്കിലും ഇവിടേക്ക് വരാൻ സാധ്യതയുണ്ട്, നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും വരും, അപ്പോൾ ഇവിടുന്ന് രക്ഷപ്പെടാം എന്നാണ് അയാൾ ഉദ്ദേശിക്കുന്നത്. വിശപ്പ് കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന പല്ലികളെയും പുഴുക്കളെയും പിന്നീട് പാമ്പുകളെയും വരെ കഴിക്കേണ്ട ഒരവസ്ഥയിലേക്ക് ഇയാൾ എത്തും. ആ ജീവിതം നീണ്ട 71 ദിവസമാണ് അയാൾ ജീവിച്ചത്. 71ാമത്തെ ദിവസം ഏതോ 2 പേർ ആ സ്ഥലം കാണാൻ എത്തിയപ്പോൾ കൈവീശി കാണിച്ച് അയാൾ അവിടെ കുഴഞ്ഞു. ഇത് കണ്ട ആ 2 പേർ ഉടനെ തന്നെ പോലീസിൽ അറിയിക്കുകയും ഇയാളെ എടുത്ത് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. അപ്പോഴേക്കും ഇയാളുടെ ശരീരത്തിൽ നിന്നും 60 കിലോഗ്രാമോളം ഭാരം കുറഞ്ഞിരുന്നു. എല്ലും തോലുമായി ഒരു ജീവിക്കുന്ന ഒരു മൃതശരീരമായിരുന്നു പക്ഷെ. എന്തായാലും പോലീസ് അന്വേഷണം നടത്തി. ആ 3 പേരെ കുറിച്ച് ഇന്നും യാതൊരു വിവരവും ലഭിച്ചില്ല. അയാൾ പിന്നീട് ഒരു പുസ്തകം എഴുതി, ഏറ്റവും വലിയ ലോകത്തിലെ തന്നെ ബെസ്റ്റ് സെല്ലറായ തന്റെ ജീവിതകഥ. ഇപ്പോൾ അദ്ദേഹം ദുബായിൽ താമസിക്കുകയാണ്. നമുക്ക് വീണ്ടും മറ്റൊരു കഥയുമായി കാണാം. അമേസിംഗ് മലയാളിയിലേക്ക്